വൈകിട്ട് അപകടം സംഭവം നടന്നപ്പോൾ തൊട്ട് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ MLA എല്ലാവരും ഇവിടെയുണ്ട്, ഡോക്ടർമാരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇതെന്താണ് ഇന്നലെ ഈ സംഭവം അറിഞ്ഞപ്പോൾ MLA പെട്ടെന്ന് തന്നെ ഓടിയെത്തി? ഞാൻ ആ സമയത്ത് തന്നെ ഇവിടേക്ക് വന്നിരുന്നു. അപ്പോൾ വളരെ ദാരുണമായൊരു സ്ഥിതി, നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത പോലെ ഒരു മാനസികാവസ്ഥയായിരുന്നു അത്. ഇപ്പോൾ ഒരാളുടെ സർജറി, ന്യൂറോ സർജറി ഒരാളുടെ കഴിഞ്ഞു, ബാക്കി പരിക്ക് പറ്റിയവരില്ലേ. ഇപ്പോൾ ഒരു 3 പേരുടെ ഇപ്പോഴും അപകടനില തരണം ചെയ്തു എന്ന് തീർത്തും പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഒരാളെ ഇത്തിരി അതീവ ഗുരുതരമായ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി 2 ആളുടെ അത്ര പ്രശ്നമില്ല എന്നാണ്. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത പൊതുദർശനം എങ്ങനെ സമയക്രമീകരണം? ഒരു 3 ആളുടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 11:30 ക്യാമ്പസിൻ്റെ മുന്നിൽ പോർട്ടിക്കോയിൽ അവിടെ പൊതുദർശനത്തിന് വയ്ക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ശ്രീ സജി ചെറിയാൻ, ശ്രീ പി പ്രസാദ് എന്നിവർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പി പ്രസാദ് മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും 11 മണിയോടുകൂടി എത്തിച്ചേരും. നിങ്ങളൊക്കെ തന്നെ ഇന്നലെ ആ സമയത്ത് സംഭവം അറിഞ്ഞ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തി. എനിക്ക് തോന്നുന്നു പുലർച്ചെയാണ് മടങ്ങിപ്പോയത്. അതെ, വെളുപ്പിനാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ രാത്രി തന്നെ പോലീസ് എല്ലാ നിലയ്ക്കും ഇൻക്വസ്റ്റ് നടപടിയെല്ലാം രാത്രി തന്നെ പൂർത്തീകരിച്ചു. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ നമുക്കിത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിഞ്ഞത്. മെഡിക്കൽ ടീം നല്ല നിലയിൽ യോഗം ചേർന്ന് തന്നെ ഓരോ പേഷ്യൻസിൻ്റെയും കാര്യങ്ങൾ നിശ്ചയിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ലൈഫ് സേവ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന പോലെ നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്തതിൻ്റെ സ്പീഡിലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.